സ്കിൻ ബ്രൈറ്റ് ആവാനും ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അമേസിങ് ഫേസ് മാസ്ക് ആണ് ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. എൻ്റെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം തൈരുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഒപ്പം ഞാൻ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ നമ്മുടെ സ്കിന്നെ ഫ്രഷ് ആക്കാനും ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പിന്നെ തൈര് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഒപ്പം മുൾട്ടാനി മിട്ടി ഓൾസോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനും സ്കിന്നിലുള്ള ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്ത് തരാനും ഹെൽപ്പ് ചെയ്യും. ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കില്ല, വളരെ ടെമ്പററി ആയിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഒപ്പം തന്നെ കുറച്ച് ഞാൻ റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 സ്റ്റെപ്പും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആദ്യം ചേർത്ത 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചും ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഫേസ് പാക്ക് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചതിന് ശേഷം ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ഇച്ചിരി തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താലാണ് ഒരു 10-15 മിനിറ്റൊക്കെ അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രൈ ആകും. ഡ്രൈ ആയ ഫേസ് പാക്ക് ഒരിക്കലും നമ്മൾ മുഖത്ത് വെച്ചിരിക്കാനായിട്ട് പാടില്ല. അത് നമ്മുടെ സ്കിന്നിലുള്ള ഹൈഡ്രേഷൻ വരെ വലിച്ചെടുത്ത് സ്കിന്ന് ഡ്രൈ ആക്കാനുള്ള കാരണമായിട്ട് മാറും. കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ ഫേസ് മാസ്കും നമുക്ക് സെറ്റാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നല്ല റിസൾട്ട് തരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതൊരു ആഴ്ചയിൽ 3 ദിവസമൊക്കെ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 4-5 ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ, ഫ്രിഡ്ജ് നിറത്ത വെള്ളത്തിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. അല്ലെങ്കിൽ മുഖം കഴുകിയതിനു ശേഷം ഒരു ഐസ് ക്യൂബ് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഏത് സ്കിൻ കെയർ ആണോ അതിനുശേഷം ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.